വിശന്നിട്ട് വിശന്ന് കുടൽ കരിയണമെന്നാണ് ആൾ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ആ വെർമിസെല്ലിയും ആ ചോക്ലേറ്റും പിസ്റ്റാച്ചും See you next time. Bye. എടാ തുടങ്ങിയിട്ടല്ലടാ. Bye. So just gonna see you next time. Bye. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ടു ഒരു സിഡ്നി മലയാളി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ വിചാരിക്കണോ? നമ്മളൊക്കെ ഇവിടെ സുഖമായിരിക്കണോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിൻ്റർ മോർണിംഗ് ആണ് കേട്ടോ ഇന്ന്. ഈ ഒരു വീക്കെൻഡിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ബിക്കോസ് ഇറ്റ്സ് ഗോൺ ബി എ ബിസി വീക്കെൻഡ് ബട്ട് അറ്റ് ദ സെയിം ടൈം ദർസ് ലോട്ട്സ് ഓഫ് ഫൺ തിങ്സ് ഹാപ്പനിങ്. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഇത് കണ്ടില്ലേ, നല്ല ബ്രൈറ്റ് ബ്ലൂ സ്കൈ, നല്ല സണ്ണൊക്കെ ഉണ്ട്, തണുപ്പുണ്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ നൈസ് ബ്രൈറ്റ് വിൻ്റർ മോർണിംഗ് കേട്ടോ. കുറേ പേര് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണത് ഇവിടുത്തെ വെതറിന് കാരണമെന്നൊക്കെ പറയാറുണ്ടല്ലോ. ഇങ്ങനത്തെ കുറച്ച് ചില ദിവസങ്ങൾ കിട്ടണോണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു സംഭവം ഉള്ളത്. ബിക്കോസ് വി ഗെറ്റ് ഇടയ്ക്ക് ഇങ്ങനെ നല്ല വെതറൊക്കെ കിട്ടും. ഡ്യൂറിങ് ദ വീക്ക് ഫുൾ ഡിപ്രഷൻ തണുപ്പായിരുന്നു കേട്ടോ. ബട്ട് വീക്കെൻഡ് ആയപ്പോൾ നല്ല ബ്രൈറ്റ് ഡേ കിട്ടിയിരിക്കുന്നു. രാത്രി ആകുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ തണുക്കും, ബട്ട് സ്റ്റിൽ വി ഗെറ്റിംഗ് ദിസ് അറ്റ്ലീസ്റ്റ് റൈറ്റ്. കുറച്ചെങ്കിലും നമുക്ക് മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ കുറച്ച് മണിക്കൂറിനെങ്കിലും. ഓ ദാറ്റ് ഈസ് ഗുഡ്. എന്നെ പോലുള്ളവർക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാത്തവർക്ക് ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി കോൾഡ്. ഈവനിങ്സ് ഒക്കെ ആകുമ്പോൾ ലൈക്ക് നല്ല തണുപ്പാട്ടോ. ഏർലി മോർണിംഗ് ഒക്കെ 6-7 ഒക്കെ ഉള്ളൂ, തുടങ്ങിയിട്ടുള്ളൂ വിൻ്റർ എന്നുണ്ടെങ്കിലും. കടേൻ്റെ തണുപ്പ് വരാൻ ഇരിക്കണേ ഉള്ളൂ. ബട്ട് അതിന് മുന്നേയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. ബേസിക്കലി ഈ വീക്ക് കുറേ പരിപാടികളുണ്ട് എനിക്ക് കേട്ടോ. എനിക്കെന്നല്ല, നമുക്കെല്ലാവർക്കും. അപ്പോൾ ആ കുറേ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഐ തിങ്ക് ഇറ്റ് ബി നൈസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനും. സോ വൺസ് അഗൈൻ വെൽക്കം ടു സിഡ്നി മലയാളി. പ്ലീസ് കീപ് വാച്ചിങ്. എല്ലാ ഡോറും വിൻഡോസൊക്കെ ഞാൻ തുറന്നിടുക കേട്ടോ. ഒക്കെ തണുപ്പ് ഉള്ളപ്പോൾ നമുക്കിതൊക്കെ ഭയങ്കര മെനക്കേടാണ്. ഇപ്പോൾ ഇത് ഇത്തിരി വെയിലുള്ള ദിവസം കാണുമ്പോൾ എല്ലാ ബ്ലൈൻഡ്സും ഷട്ടേഴ്സൊക്കെ തുറന്നിട്ടാൽ വീട്ടിനകത്തേക്കും കുറച്ച് വെയിൽ കയറുള്ളൂ. ബിക്കോസ് അതർവൈസ് മോസ്റ്റ് ഡേയ്സ് നമുക്ക് ഇവിടെയൊക്കെ തന്നെ എസ്പെഷ്യലി ടോപ്പ് ഫ്ലോറിൽ നല്ല എല്ലാ ഡോസൊക്കെ അടച്ചിട്ടാൽ നല്ല ഡാർക്ക് ഗ്ലൂമി ആയിരിക്കും കേട്ടോ. ചെറുതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അതാ വരണോ, എന്നെയാണ് അത് അന്വേഷിക്കണേ. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ വിശേഷം എന്താ വെച്ചാൽ നമ്മുടെ സാനുമണിയുടെ മിഡ് ഇയറിൻ്റെ കോൺസേർട്ട് ഇവൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. സോ വി നീഡ് ടു ബൈ ടിക്കറ്റ്സ്. അത് ഇന്ന് 12 മണിക്കാണ് ഓൺ സെയിൽ പോവുക. എൻ്റെ ഗോ ലൈക്ക് ഹോട്ട് കേക്ക്സ്. അപ്പോൾ വേഗം ലാപ്ടോപ്പും പിടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. വേഗം നമുക്ക് അവളുടെ ടിക്കറ്റ്സ് ഒക്കെ ഒന്ന് വാങ്ങണം കേട്ടോ. ഇപ്പോൾ ഫുൾ ലിസ്റ്റ് അവർ തന്നിട്ടുണ്ട്. ഡാൻസിൻ്റെ എന്തൊക്കെയാണ് വാങ്ങേണ്ടത്, വാട്ട് ടു വെയർ, ഷൂസ്, തല എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മുടി ഒക്കെ, ഓൾ ഓഫ് ദാറ്റ് ഇസ് ലൈക്ക് നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ കുറേ സാധനങ്ങളും ഈ ആഴ്ചയൊക്കെ ചെയ്യണം. അതന്നെ അതന്നെ നിന്റെ മുടി ഇങ്ങനെ. See you next time. Bye. എടാ തുടങ്ങിയിട്ടല്ലടാ. എന്താണ് നീ പറയണേ? ഓക്കെ, കഴിഞ്ഞിട്ടില്ല കേട്ടോ. കഴിഞ്ഞിട്ടില്ല. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കഴിഞ്ഞ ഉടനെ ഇറങ്ങണം. ടിക്കറ്റ്സ് അങ്ങോട്ട് വാങ്ങുക, ഇറങ്ങുക. ദാറ്റ് ഈസ് ദ പ്ലാൻ. സോ ബേസിക്കലി ഇന്ന് വേറെ എന്താ പരിപാടി നമുക്ക് വെച്ചാൽ അതുകൊണ്ട് See you next time പറഞ്ഞിട്ട് കട്ട് ചെയ്യാൻ നോക്കണം കേട്ടോ, ലൈക്ക് റെക്കോർഡിങ്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സ് കലേനിയും സിബിനെയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അപ്പോൾ അതിൽ സിബിൻ്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോൾ വി ആർ ഓൾ ഗോയിങ് ആൻഡ് സെലിബ്രേറ്റിംഗ് ഇന്ന് രാത്രി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ സെലിബ്രേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ക്വിക്ക്ലി നമുക്ക് ഒരു കേക്കും കൂടെ വാങ്ങി കൊണ്ടുപോകണം സിബിന്. രാത്രി സുണിലിപ്പോൾ വർക്കിംഗ് ആണ്. അപ്പോൾ സുണിൽ വന്ന് വേഗം വരിക, നമ്മളെയും പിക്ക് ചെയ്യുക, വൈകുന്നേരം പോവുക. അതാണ് പ്ലാൻ. ബട്ട് അതിൻ്റെ ഇടയിൽ വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യാനും ഇന്നത്തെ. സോ വാട്ട് ഐ ഹവ് ഡൺ ഇസ് സിബിന് കുറച്ച് ഗിഫ്റ്റ് വാങ്ങിയതൊക്കെ ഞാൻ വേഗം ബൂട്ടിൽ എപ്പോഴേ കയറ്റി വെച്ചു. ഇപ്പം അത് തുറക്കുക, എടുത്ത് വെക്കാനൊന്നും നേരം ഉണ്ടാവില്ല വൈകുന്നേരം. അപ്പോൾ അങ്ങനെ കേട്ടോ. ക്വിക്കലി ഞാനൊരു സാമ്പാർ കൂടി ഉണ്ടാക്കി വെച്ചു. ഈ വീക്കെൻഡിൽ എപ്പോഴാണ് നമ്മൾ വീട്ടിലുണ്ടാവുക, കഴിക്കാനൊന്നും അറിയില്ല. ബട്ട് ഐ തോട്ട് ലെറ്റ്സ് ജസ്റ്റ് കീപ്പ്. ഒരു കൂട്ടാനുണ്ടെങ്കിൽ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് പോകണം. വറുത്തിട്ടൊന്നും ഇടട്ടെ. ആൻഡ് ദെൻ ലെറ്റ്സ് ഗോ ഗെറ്റ് ദ ടിക്കറ്റ്സ് ഫോർ സാനുവിൻ്റെ പരിപാടി. അപ്പോൾ അതും കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് വേഗം പോയി കേക്കൊക്കെ വാങ്ങി വീട്ടിൽ വന്ന്
ചെറുതിനെ ഞാൻ വേഗം കുളിപ്പിച്ചിട്ടുണ്ട് രാവിലെ തന്നെ. ബട്ട് ഐ നീഡ് ടു എന്താ പറയുക, അവളുടെ ഉറക്കം എന്നുള്ളതായിട്ടൊന്ന് സോർട്ട് ചെയ്താലേ വൈകുന്നേരം പോകുമ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. ആ ബാ. ഓൾറൈറ്റ്, സോ കീപ് വാച്ചിങ്. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. വറുത്തിട്ടെ. എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുക, എല്ലാവർക്കും വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ പരിപാടികൾ പ്ലാൻ ചെയ്യുക, ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. പോരാത്തതിന് പിള്ളേരെയും കൂട്ടിയിട്ട് ഇങ്ങനെ കറങ്ങുക, എന്തെങ്കിലും പരിപാടികളൊക്കെ ഇവരുടെയും കൂടെ ഓർഗനൈസ് ചെയ്യുക, ഇവരെയും കൂടെ അതൊക്കെ ഒന്ന് എക്സ്പോഷർ ഫോർ ദം, എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ അവർക്കും കൂടെ അറിയണ കാര്യങ്ങളാണല്ലോ. സോ ദിസ് ഈസ് സംതിങ് ഐ ഓൾവേസ് എൻജോയ് ഡൂയിങ് കേട്ടോ. ഈ ബേക്ക് ഹൗസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കായിട്ട് നമ്മൾ വന്നിക്കണം. ഇവിടെ നല്ല തിരക്കുണ്ട്, പക്ഷെ അവിടെ നല്ല കേക്കും കിട്ടും. സ്കൂൾസ് ഇവിടെ വല്ല കേക്ക് കിട്ടുമെന്ന് ഇങ്ങനത്തേക്കുള്ള ഇവിടെ കുറേ കേക്ക്സ് ഇങ്ങനത്തെ കാണുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇത് കണ്ടു ദുബായ് ചോക്ലേറ്റിൻ്റെ ഡോമ്. ഇപ്പോൾ ഈ ദുബായ് ചോക്ലേറ്റ് ഭയങ്കര ഫേമസ് ആണല്ലോ. കുറേ പേര് ഡെസേർട്ട്സ് ഒക്കെ അതിനെ വെച്ചിട്ട് ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് പറ്റുമെങ്കിൽ അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. ഇവിടെ ഫുഡും നല്ലതാട്ടോ. ഞാൻ ഇടയ്ക്ക് ഇവിടെ ലഞ്ചിന് വന്നിട്ട് കഴിക്കാറൊക്കെ ഉണ്ട്. നൈസ് സ്പോട്ട്. നല്ല ഫ്രഷ്ലി ബേക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടും. എനിക്ക് മറ്റേ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു. ഞാൻ 2 എപ്പിസോഡ് മുമ്പ് പറഞ്ഞല്ലേ ഉള്ളൂ ഞാൻ കുറച്ച് മധുരം കട്ട് ചെയ്യാൻ പോകണമെന്ന്. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ കൺട്രോൾ പോകണം. എനിക്ക് ആ ദുബായ് ചോക്ലേറ്റിൻ്റെ ആ ഡോം എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. സിബിനുള്ള കേക്ക് സെലക്ട് ചെയ്തു. കുറേ എഴുതാൻ സ്പേസ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് കേക്കാണ് കേട്ടോ ഞാൻ പിക്ക് ചെയ്തത്. പിന്നെ അവർ ചോദിച്ചു എൻ്റെ മുകളിൽ റൈറ്റിംഗ് എന്തെങ്കിലും വേണമെന്ന്. ആദ്യം ഹാപ്പി ബർത്ത്ഡേ സിബിനെ എഴുതാമെന്നാണ് വിചാരിച്ചത്. പിന്നെ തോന്നി ഒന്ന് വിറ്റാക്കാം, ഒന്ന് കോമഡി ഒരു വെറൈറ്റി ഒക്കെ ആവട്ടെ എന്ന്. സിബിനാണെങ്കിൽ ആപ്പിൾ മാത്രം ഫോൺ യൂസ് ചെയ്യുന്ന ആളാണ് കേട്ടോ. ഭയങ്കര iOS-ൻ്റെ ആളാണ്. അതുകൊണ്ട് അതിന് പകരമായിട്ട് നമുക്ക് ആൻഡ്രോയിഡ് അങ്ങോട്ട് കയറ്റാൻ വിചാരിച്ചു. ആദ്യം ഞാൻ ഹാപ്പി ബർത്ത്ഡേ ആൻഡ്രോയിഡ് കുഞ്ഞപ്പാന്ന് എഴുതാൻ കൂടെ വിചാരിച്ചു. പിന്നെ സാരമില്ല, സിബിനെ നമ്മളെല്ലാവരും കളിയാക്കി വിളിക്കുക മുതലാളി എന്നാണ് കേട്ടോ. സിബിൻ മുതലാളി എന്നാണ് നമ്മൾ നീട്ടി കളിയാക്കി വിളിക്കുക. അതുകൊണ്ട് ഒരു വെറൈറ്റിക്ക് ഇപ്രാവശ്യം ഹാപ്പി ബർത്ത്ഡേ ആൻഡ്രോയിഡ് മുതലാളി എന്നാണ് കേട്ടോ കേക്കിൽ എഴുതിപ്പിച്ചത്. ഇത് എഴുതുമ്പോഴേ എനിക്കറിയാം എനിക്ക് പണി കിട്ടുമെന്ന്. എന്നാലും വേണ്ടില്ലേ, അതൊക്കെ രസം. ഷുഗറൊന്നും എടുക്കരുത് കേട്ടോ. ആയിക്കോട്ടെ, ദുബായ് ചോക്ലേറ്റ് ഇവൾക്കും ദുബായ് ചോക്ലേറ്റിൻ്റെ ട്രൈ ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ വി ഗോണ ട്രൈ ദാറ്റ് അറ്റ് ഹോം. പിന്നെ ബാക്കി സിബിൻ മുതലാളിയുടെ സാധനം. കേക്കിൻ്റെ റൈറ്റിംഗ് കുറച്ച് ടൈം എടുക്കും. ബട്ട് ദിസ് വൺ ദേ ഓൾറെഡി പാക്ക് ഫോർ us. ഇതാണ് കേട്ടോ ഡോമ. പോയിട്ട് കഴിച്ചാലോ? ഇവിടുന്ന് കഴിക്കണോ? നിന്റെ സ്പൂണൊന്നും എടുത്തിട്ടില്ലേ ഡാമിണി? ദുബായ് ചോക്ലേറ്റിൻ്റെ സാധനം. അല്ല അതിൻ്റെ ഉള്ളിൽ ഫുൾ ആ പിസ്റ്റാച്ചിയോടാ. നിൽക്കുന്നേ. You want to try? And then give it to me. നൊട്ട കിട്ടും നല്ല താണ്ട് കാണാം. എക്സാക്ട്ലി ദുബായ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ കിട്ടിയിട്ടില്ല. ഒരു ഫ്രണ്ട് ദുബായ് പോയി കൊണ്ടുവന്നിരുന്നേ. അപ്പം അപ്പോഴാണ് ഞാൻ ആക്ച്വൽ സാധനം ആദ്യമായിട്ട് കഴിച്ചത്. ദിസ് ഈസ് റിയലി യമ്മി. ഓ അതിൻ്റെ ഉള്ളിലാട്ടോ, ഞാൻ കാണിച്ചു തരാം. ആ കേക്കിനെ ഇങ്ങനെ ഡീകൺസ്ട്രക്ട് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ആ സംഭവം കിടക്കണ കേട്ടോ. ഇതിൻ്റെ ആ വെർമിസെല്ലിയും ആ ചോക്ലേറ്റും പിസ്റ്റാച്ചും സോ ഗുഡ്. ഇടയ്ക്കിടയ്ക്ക് വാങ്ങാം. ഭംഗിയിലെ ഒരു ബോക്സ് ഇത് തന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആൻഡ്രോയിഡും കിട്ടിയിട്ടുണ്ട്. സിബിൻ എന്നെ കൊല്ലും. പിന്നെ കുറച്ച് വീട്ടിലേക്കുള്ള ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഉച്ചയായിട്ടോ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞപ്പം കണ്ടോ ഞാൻ വെറുതെ ഇങ്ങനെ പിടിച്ചതും കിടന്നുറങ്ങിപ്പോയി. നല്ല ക്ഷീണമായി. നമുക്ക് വൈകുന്നേരം പരിപാടികളാണ്, അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ വിചാരിച്ചു. ഇനി നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആവാം. വാവ്, ബഞ്ചി ജമ്പിങ് ആണോ ദാഷിമ? അല്ലടാ.
സിബിൻ്റെ ഡിന്നറിന് പോകാനുള്ള പരിപാടികളാട്ടോ. തണുപ്പുണ്ട്, അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ വാം ക്ലോത്ത്സ് ഒക്കെ ഇട്ടിട്ടാണ് ഇരിക്കണേ. സുനിൽ വരാൻ കാത്തിക്കാണ്. സുനിൽ വന്നതും നമ്മളിതാ വേഗം ഇറങ്ങി. നമ്മൾ കേക്കൊക്കെ വാങ്ങിയിരുന്നല്ലോ, അപ്പോൾ അത് ഫ്രിഡ്ജിലായിരുന്നു ഇത്രയും നേരം. ഞാൻ പിന്നെ പതുക്കെ മറക്കാതെ റിമൈൻഡറൊക്കെ വെച്ചിട്ട് ഇതാ പാക്ക് ചെയ്ത് കയ്യിലെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോണത് കായൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് അവിടുത്തെ കേരള ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെ തന്നെയാണ് പോയത്. അതാ രാജും അനുഷ്കയൊക്കെ ഉണ്ട് അവിടെ, ഓൾറെഡി എത്തിയിരുന്നു നമ്മളെത്തുമ്പോഴത്തേക്ക്. പിള്ളേർ ആസ് യൂഷ്വൽ തുടങ്ങി അവരുടെ വർത്താനം. ചെറുതിനാണെങ്കിൽ ചേച്ചിമാരെ രണ്ടും മതി, ഫുൾ ടൈം അവരുടെ കൂടെ. കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഇരിക്കാട്ടോ. കലയും സിബിനും ഇതാ കുഞ്ഞപ്പൻ അവരുടെ രണ്ടാമത്തെ ആളും പിന്നെ മൂത്ത ആള് സി എല്ലാവരും കൂടി എത്തി. പിന്നെ ഫുൾ നമ്മളിവിടെ ഡിസ്കഷൻ ആട്ടോ മെനു. Say hi to the camera. Anushka. ഭാഗ്യത്തിന് വലിയ തിരക്കില്ലായിരുന്നു കേട്ടോ. വൻ ചർച്ചയ്ക്ക് ശേഷം എന്താ ഫുഡുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് എല്ലാം ഓരോ പ്ലേറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൺട്രേ ആണിത്. ഇതിങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു നോൺ വെജ് ഓൺട്രേ, പിന്നെ അവിടെ ഫേമസ് ആയിട്ടുള്ള ഇങ്ങനത്തെ തട്ടുകട ചിക്കൻ, ഡ്രാഗൺ ഫ്രൈ ചിക്കൻ അങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഇല്ലേ, എന്താ ഫ്രൈഡ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ വന്നു ഓൺട്രേ ആയിട്ട്. കുട്ടികളെ എങ്ങനെയെങ്കിലുമൊക്കെ കഴിപ്പിക്കാൻ നോക്കുകയാണ് കേട്ടോ. ഇതിലിപ്പോൾ സിയും സാഷുവും മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കും, അനുഷ്കയും സാനുവും കണക്കാണ്. പണ്ടേ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവരെ കൊണ്ടൊക്കെ കഴിപ്പിക്കാനാണ് പാട്. പിന്നെ ആ ബീഫ് ചിക്കൻ എല്ലാ ഐറ്റംസും ഓർഡർ ചെയ്തു. ചെറുതിരുന്നിട്ട് കേരള പൊറോട്ട കഴിക്കണമാണോ എനിക്ക് സന്തോഷം. ഇവളൊരു കറക്റ്റ് മലയാളിയാണ് കേട്ടോ. ഒരു കുട്ടിയെങ്കിലും എൻ്റെ ഭക്ഷണം കഴിക്കണ്ടല്ലോ എനിക്കൊരു സമാധാനം. എന്നിട്ട് ചെറുതിനെ കണ്ട് പഠിക്കുമെന്ന് പറയായിരുന്നു നമ്മൾ സാനുവിനോടും അനുഷ്കയോടൊക്കെ കേട്ടോ. ചെറുതിരുന്നിട്ട് കഴിച്ചു. അവൾ ട്രൈ ചെയ്യാൻ വലിയ ഇഷ്ടമാണ് അവൾക്ക് ഫുഡൊക്കെ. പിന്നെ ഇതാ നമ്മുടെ ആൻഡ്രോയിഡ് കേക്ക് എത്തി. ഈ കേക്ക് ഇത്രയും നേരം ഞാൻ സാധനം കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര കോമഡിയായി തോന്നി, ചിരിക്കായിരുന്നു കേട്ടോ. സോ അതേതായാലും ഹിറ്റായിക്ക് സന്തോഷമായി. ഈ സംഭവം പണി ഏറ്റു എന്നുള്ളത്. കേക്കൊക്കെ വന്നു. ഹോട്ടലിൽ തന്നെ അവർ മ്യൂസിക്കൊക്കെ വെച്ചെന്ന് വ്യൂവേഴ്സായിട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. സന്തോഷം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. സോ ഐ ഓൾവേസ് ഫീൽ ഹാപ്പി ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേസിനൊക്കെ പോകുമ്പോൾ. ആൻഡ് യു നോ വി ജസ്റ്റ് മേക്ക് ദ ഹോൾ ഡേ സ്പെഷ്യൽ ഫോർ ദം. നമ്മളിങ്ങനെ സിഡ്നി പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും പുറത്തുള്ള രാജ്യം നമ്മുടെ ഫാമിലിയുടെ അടുത്തുനിന്ന് ദൂരെ നിൽക്കുമ്പോൾ ഫ്രണ്ട്സ് ബിക്കം പാർട്ട് ഓഫ് അവർ ഫാമിലി റൈറ്റ്. ഇപ്പോൾ ഇവരെല്ലാവരും ദേ ആർ ലൈക്ക് വെരി ക്ലോസ് ടു അസ് ആൻഡ് നമ്മുടെ പാർട്ട് ഓഫ് അവർ ഫാമിലി തന്നെയാണ്. വി ഓൾ ലൈക്ക് യു നോ ഇവോൾവ് ആൻഡ് ഗ്രോൺ ടുഗെദർ. വി ഹാഡ് കിഡ്സ് അറൗണ്ട് ദ സെയിം ടൈം. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങനെ വളർന്ന് യുനോ അങ്ങനെ ഇവോൾവ് ആയ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. സോ ഇറ്റ്സ് റിയലി സ്പെഷ്യൽ ടു സീ ഹൗ വി ആർ ഓൾ ദെയർ ഫോർ ഈച്ച് അതർ. ആൻഡ് നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും എപ്പോൾ വേണമെങ്കിലും വരണ കുറേ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ, ആ ഒരു ഗ്രൂപ്പിലുള്ള ഫ്രണ്ട്സ് ആട്ടോ അവരെല്ലാവരും. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് രാത്രി നമ്മൾ വീട്ടിൽ പോയി. ഏയ് ഗൈസ്, അങ്ങനെ സിബിൻ്റെ പരിപാടിയൊക്കെ ഭംഗിയായിട്ട് നടന്നു കേട്ടോ. എൻ്റെ ഒച്ച അങ്ങോട്ട് ഫുൾ ഫ്ലെജ്ഡായിട്ട് വന്നിട്ടില്ല തിരിച്ച്. ഞാൻ 2 എപ്പിസോഡ് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഒച്ച പോയിന്നെൻ്റെ. ഇറ്റ്സ് ബാക്ക്. ആൻഡ് ഒച്ച റിലേറ്റഡ് ആയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു എനിക്ക്. അതൊക്കെ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. എനിവേസ് എന്തൊരു ക്ഷീണം മുഖത്ത്. ഇന്നലെ ലേറ്റായി നമ്മൾ വന്നപ്പോഴേ സിബിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് വന്ന് കിടന്ന് ലേറ്റായി. നമ്മുടെ വീട്ടിൽ നിന്ന് മോർ ദാൻ an hour ഡ്രൈവ് ഉണ്ട് ഈ കായൽ റെസ്റ്റോറൻറ്റ് കേട്ടോ. സോ ബൈ ദ ടൈം വി വർ ഹോം ഇറ്റ് വാസ് ക്വൈറ്റ് ലേറ്റ്. ബട്ട് ഇന്ന് സൺഡേ അഗൈൻ വി ഗോട്ട് എ നൈസ് ബ്രൈറ്റ് മോർണിംഗ്. സുനിലിൽ ഇന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ലഞ്ച് പരിപാടിക്ക് പോകാണ്ട്. അപ്പം ഞാനും പിള്ളേരും കൂടിയിട്ട് ഇന്ന് കുറച്ച് ഷോപ്പിംഗ് പരിപാടിക്കൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുക കേട്ടോ. സോ വി ആർ ഗോണ ഗോ. നമ്മളിന്ന് കാസിൽ ഹില്ലിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. കാസിൽ ഹില്ലിലുള്ള കാസിൽ ടവേഴ്സ് ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്. അവിടെ പോയിട്ട് കുറച്ച് സാധനങ്ങൾ, മെയിൻലി സാനുവിൻ്റെ ഡാൻസ് ഇവൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലിപ്പോൾ കലോത്സവമൊക്കെ നടക്കില്ലേ, അതുമാതിരി ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻസ് പോലത്തെ നടക്കുന്ന ഒരു ഇവൻ്റ് അത്. അപ്പോൾ ഇവരുടെ സ്കൂളിൻ്റെ സൈഡിൽ നിന്ന് ഓഡിഷനൊക്കെ ചെയ്ത് ഡാൻസ് ടീമിൽ കയറി അവർ പെർഫോമൊക്കെ ചെയ്ത് ദേ ഗോട്ട് സെലക്റ്റഡ് ടു ഡു ദ ഫൈനൽ റൗണ്ട്സിലേക്ക്. അപ്പോൾ ആ ഇവൻ്റാണ് കേട്ടോ.
പേരൻസിന് ഇതന്നെ പണി. രാവിലെ എണീറ്റിട്ട് ഇതിൻ്റെ റിഹേഴ്സലിന് ഉണ്ടാക്കൽ ഒക്കെ ഉണ്ട് ഇനി. ആൻഡ് പോരാത്തതിന് ഇതിൻ്റെ ഡാൻസിൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് വെച്ചാൽ ദേ ഹാവ് എ ഹൈ പോണിറ്റെയിൽ, പക്ഷെ ബാക്കിയുള്ള മുടി ഫുള്ളും ചുരുണ്ട് കിടക്കണം അത്ര. ആൻഡ് ഇവൾക്കാണെങ്കിൽ സൂപ്പർ സ്ട്രേറ്റ് ഹെയറാണ്. ഇതിന് ചുരുളിപ്പിക്കാനുള്ള ഡിവൈസൊക്കെ വാങ്ങണം. എൻ്റെ കയ്യിലൊന്നുമില്ല, ഞാൻ കർലിങ്ങും പരിപാടികളൊന്നും ചെയ്യാത്ത ആളാണ്. സോ ഐ നീഡ് ടു ഗോ ബൈ അത്. പിന്നെ അവൾക്ക് അതിന് സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഒരു ഷൂ വാങ്ങാണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാണ്ട്. കൂട്ടത്തിൽ എനിക്ക് വെള്ളം കിട്ടിയാൽ വാങ്ങാം. അപ്പോൾ ചെറുതിനെയും കൊണ്ട് ഞാൻ വെച്ചു ഓക്കെ എനിവേസ് സുനിൽ അങ്ങോട്ട് പോവല്ലേ, അപ്പോൾ വീൽ ഓൾസോ ഗോ സംവെയർ എന്ന് വിചാരിച്ചിട്ട് പിള്ളേരെയും കൊണ്ട് ഇറങ്ങാൻ പോവാണ് കേട്ടോ. സോ വി ഗോണ ഗോ. അത് മാത്രമല്ല പിന്നെ തിരിച്ച് വന്ന് എനിക്ക് ഡാൻസ് പ്രാക്ടീസ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നില്ലേ ഡാൻസ് വരുന്നുണ്ട് ഓണത്തിൻ്റെ പരിപാടിയുടെയൊക്കെ. സോ വി ആർ ഓൾ പ്രിപ്പയറിങ് സംതിങ് റിയലി നൈസ്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ബിക്കോസ് അതിന് ടൈം ഉണ്ട്, ഓഗസ്റ്റിലാണ് ഇവൻറ്റ്. സോ ദസ് ടൈം. അപ്പോൾ എല്ലാവരും വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു. സോ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ബട്ട് തൽക്കാലം ഇപ്പോൾ നമ്മൾ ഇറങ്ങട്ടെ കേട്ടോ. റെഡിയാക്കി ഉണ്ട് കേട്ടോ പിള്ളേരൊക്കെ. ഞാൻ സാധനം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ചുമട്ടിന് ഇന്നലെ രാത്രി വന്ന് ഊരിട്ട് യൂണിക്കോണിൻ്റെ ഡ്രസ്സ് തന്നെ വേണം, വേറെ ഒന്നും ഇടില്ല. അപ്പോൾ വീണ്ടും യൂണിക്കോൺ ഡ്രസ്സ് ഇതൊരു 5-6 വാങ്ങായിരുന്നു കേട്ടോ കോപ്പി. ഭയങ്കര യൂണിക്കോൺ ഭ്രാന്ത കേട്ടോ. ഇപ്പോൾ അപ്പോൾ അതൊന്ന് ഇട്ടിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്കാം വീക്കെൻഡ് ആയപ്പോഴേ എൻ്റെ വണ്ടി എടുക്കാം കേട്ടോ. ഞാൻ യൂഷ്വലി സുനിലിൻ്റെ വണ്ടിയല്ല ഓടിക്കാറ്. അപ്പോൾ സുനിലിന് ആ കാർ എടുക്കണ്ട സുനിൽ പോകുമ്പോൾ. അപ്പോൾ ആക്ച്വലി ഞാൻ വീട്ടിലിടുന്ന ചെരുപ്പാടാട്ടെ ഭാഗ്യം ഞാൻ ഇപ്പോൾ കണ്ട് ചെരുപ്പൊന്ന് മാറ്റട്ടെ. ബട്ട് ഇടയ്ക്ക് എൻ്റെ വണ്ടി എടുക്കുമ്പോൾ ഒരു സുഖം. വീക്കെൻഡിലാണ് എൻ്റെ വണ്ടി ഞാൻ എടുക്കാറുള്ളൂ. ആൻഡ് ആക്ച്വലി ഇത് ചെറിയ വണ്ടിയാണെങ്കിലും എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ അത് എളുപ്പമാട്ടോ. ഈ പിള്ളേർക്ക് അതല്ലേ ഇഷ്ടമൊന്നുമില്ല ഈ വണ്ടി. എന്നാലും പത്രാസ് കാണിക്കണ്ട, നീ ചെറുതവിടെ യൂണിക്കോൺ ബാക്കിൽ എത്തിച്ചു വെക്കണടാ. അത് യൂണിക്കോൺ. ഓക്കെ, ഞാൻ ഈ വീട്ടിലിട്ട് ചെറുപ്പം മാറ്റിയിട്ട് എൻ്റെ ഷൂസ് ഇട്ട് വരട്ടെ. ഓ അവസാനം ഒരു വിധത്തിൽ പാർക്കിംഗ് കിട്ടി ഇവിടെ ഇരുന്നു കേട്ടോ. മധുരം കഴിക്കാൻ തോന്നുന്നു പറഞ്ഞു സാധനം. അപ്പോൾ പിള്ളേരെയും കൂട്ടി ഞാൻ സാൻചുറോസിൽ വന്നിക്കുക. സാൻചുറോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഡെസേർട്ട് ബാറാണ്. കാസിൽ ടവേഴ്സിലാണ് നമ്മൾ കേട്ടോ ഈ ഷോപ്പിംഗ് സെൻറ്ററിൽ. ഇവിടെ ക്ഷീണമായി വിശന്ന് എങ്ങനെയാടാ വിശന്ന് വയറ് കത്തിക്കാണോ അതെങ്ങനെ പറയാ വിശന്നിട്ട് വിശന്ന് കുടൽ കരിയണമെന്നാണ് ഉദ്ദേശിച്ചത്. ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഡയലോഗ് അതുണ്ട്, അർത്ഥം അറിയില്ലെങ്കിലും അവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പറയുന്നുണ്ട്. വിശക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതുകൂടെ ഉണ്ട്. ചൂറോസാണ് ഓർഡർ ചെയ്തിരിക്കണേ. ചെമുട്ടിനൊരു കുട്ടികളുടെ ചൂറോസും ഞാനും സാനുവും ചൂറോസ് ഫോർ 2 വിത്ത് ചോക്ലേറ്റ് മിൽക്ക് ഡിപ്പ് ആൻഡ് സോൾട്ടഡ് കാരമൽ ഡിപ്പ്. വിശത്ത് കുടൽ എനിക്കിപ്പോൾ കരിയണോ. Are you ready to eat? Yeah. Unicorn. എടാ ഇന്നെങ്കിലും ഉടുപ്പ് മാറ്റുമോ? എന്താ അത് യൂണിക്കോൺ കുട്ടിക്കാർ ഉടുപ്പൊന്നുമില്ല തോന്നും. ബട്ട് ദിസ് സാൻചുറോസ് ഇസ് സോ നൈസ് ടോ. കാസിൽ ടവേഴ്സിലുള്ള റിയലി റിയലി ബിഗ് സ്പേസ്. ഇഷ്ടംമാതിരി പുറത്തും അകത്തും ഇരിക്കാൻ സീറ്റിംഗ് ഉണ്ട്. എത്ര മണിയായി? ആക്ച്വലി 2:15 വെറുതെ വിശക്കണേ. അതായിട്ട് അവിടെ ആരും ഇല്ലാത്ത, അല്ലെങ്കിൽ കുറച്ചുകൂടി തിരക്കുണ്ടാവുന്നതാണ് എസ്പെഷ്യലി വീക്കെൻഡ്സിലൊക്കെ. ഫുഡ് വരട്ടെ കാണിച്ചു തരാം കേട്ടോ. സാനുമണി ഇതാ ബേബി ചെയർ കാണുന്നുണ്ട്. യൂണിക്കോൺ ബേബി ചെയർ അല്ലേന്നാടാ? നീ ഒരു ബേബി അല്ലടാ. ഓക്കെ ബാ. Wow. Thank you very much. Oh, Sashi, you got all this yummy. See, dip, yummy. Put it in your mouth. So hot. ഇഷ്ടമായോ കണ്ടോ? This is our straw. This is the milk chocolate dip and the other one is the salted caramel dip. ഞാനും സാധനം കൂടെ ഷെയർ ചെയ്യാണ്. സോ വി ഗോട്ട് ദ ചൂറോസ് ടു. ദിസ് ഇസ് യമ്മി കേട്ടോ. അത് കഴിച്ചിട്ടില്ലാത്തവർ പ്ലീസ് ട്രൈ ചെയ്യൂ. നല്ല സ്ഥലത്ത് നിന്ന് കഴിക്കണം, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അച്ചമ്മണി നല്ലതാണോടാ? ഇവിടുത്തെ ആക്ച്വലി നല്ലതാ. കഴിച്ചോ? ലിക്ക് ചെയ്തോ? ചോക്ലേറ്റ് ആണ്. അടുത്ത് ചോക്ലേറ്റ് ഡിപ്പ്. എൻ്റെ ഫേവറേറ്റ് സോൾട്ടഡ് കാരമൽ ആട്ടോ. ഇനി കുറച്ചുകൂടെ തിക്കറായിരിക്കും. കച്ചട ഇതാണ് ഇവൾക്ക് ഇഷ്ടപ്പെട്ട. ആ ഉണ്ണിവരൽ അതിൽ നക്കി തിന്നുന്നുണ്ട്. ഇഷ്ടമായോ? അതാണോ കഴിക്കുക? മീൻ സാധനം കഴിക്കടാ. ആ ബൈറ്റ്.
ആടാ ഭക്ഷണം കഴിഞ്ഞിട്ട് ഉറക്കം വരും കേട്ടോ. നമ്മൾ നാപ്പിക്ക് മാറ്റാന്ന് കയറിയത് അവിടുത്തെ ചേഞ്ച് റൂമിൽ. അപ്പോൾ അവിടെ കളിക്കാനുള്ളൊരു സെക്ഷൻ ഉണ്ട്. എന്താ മുന്നേ വേണ്ടേ? ബാ അവിടെ കയറി വന്നിരിക്കുകയാണ്. സോ വർക്കിംഗ് അവിടെ ഇരിക്കുക കേട്ടോ. ഇനിയും കുറേ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടെന്ന്. ആക്ച്വലി കുറച്ച് ഗ്രോസറീസ് വാങ്ങാണ്ട്. അപ്പോൾ സുനിൽ പറഞ്ഞത് സുനില ലഞ്ച് കഴിഞ്ഞിട്ട് പോയിട്ട് വാങ്ങിയിട്ട് കൊണ്ടുവന്നോളാം എന്നാണ്. അപ്പോൾ ആ ഒരു പണി ഒഴിവായി കിട്ടി. രാവിലെ പോണതിന് മുന്നേ ഞാൻ ചോറൊക്കെ വെച്ചു. ഇന്നലെ സാമ്പാർ ഉണ്ടാക്കിയിരുന്നല്ലോ. അപ്പോൾ ഫുഡുണ്ട്. ഞാൻ ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചു. എനിക്ക് മടിയാനെ കൊണ്ട് വയ്യ. എനിക്ക് പോയിട്ട് തുള്ളാനുള്ളതാണ്. അപ്പോൾ ഡാൻസിന് അപ്പോൾ ഡാൻസ് ചെയ്യുമ്പോൾ നല്ല എനർജി വേണമല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ നല്ല ഫുഡ് അടി കേട്ടോ. ബിക്കോസ് എനിക്ക് സ്റ്റാമിന ഇല്ല എന്നുള്ളൊരു സത്യം ഞാൻ തിരിച്ചറിഞ്ഞു ഡാൻസിനൊക്കെ പോയി തുടങ്ങിയപ്പോൾ. പണ്ടൊക്കെ നല്ലോണം ഡാൻസ് കളിച്ചിരുന്ന. ഇപ്പോൾ അത് നിന്നപ്പോൾ കുറേ നാളിന് ശേഷം നിന്ന് ചെയ്യുമ്പോൾ എന്താ വെരി ഗുഡ്. യു ഗോ പ്ലേ. കുറേ കാലം കഴിഞ്ഞിട്ട് ഡാൻസ് ചെയ്യുമ്പോൾ സ്റ്റാമിന ഇല്ലായ്മ ശരിക്കും അറിയണുണ്ട്. ഒരു 5-6 പ്രാവശ്യം റിഹേഴ്സൽ കഴിഞ്ഞാൽ അങ്ങനെ ശ്വാസം മുട്ടും എനിക്ക് കേട്ടോ. ലൈക്ക് ഇറ്റ് ഫ്രീക്സ് മീ ഔട്ട്. അതെന്താ ഇങ്ങനെ സ്റ്റാമിന ഇല്ലാണ്ടേ പോയെന്ന്. അപ്പം നല്ല പോഷകാഹാരങ്ങൾ കൂടുതൽ കഴിക്കണം. അപ്പോൾ അതൊക്കെ ചെയ്യണം കേട്ടോ. ഇനിയിപ്പോൾ ഈ ചെറുതിനെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറക്കി കൊണ്ടുവരണം. സാധനം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ കളിച്ചോണ്ടിരിക്കുക. ഇനി പൊക്കിയിട്ട് വേണം ഇനി പോവാൻ. ഡോള് വാങ്ങി കൊടുക്കാമെന്ന് ഞാനിങ്ങനെ അതിന് ഹിപ്നോട്ടിസം ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനെയാണ് ഇതിനെ നടത്തിച്ചോണ്ടിരിക്കണേ. ഇനി പോയിട്ടുണ്ടെങ്കിലും വാങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ അതെന്നെ കൊല്ലും. ഇവിടെ ഒരു മൈക്രോവേവിൻ്റെ ടോയ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിനും കുറച്ചെന്നെ കണ്ട് എനിക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. ടീനേജേഴ്സിനെ കൊണ്ട് ഷോപ്പിങ്ങിന് നടക്കാച്ചാൽ എളുപ്പമല്ല. നീ ടീനേജർ ആകുമ്പോൾ ഇതിനെക്കാട്ടോ അവിടെ. ടീനേജർ ആയിട്ടില്ലല്ലോ. എന്തുവാ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. മറ്റേ ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കിനി പോകണം വീട്ടിലേക്ക്. ബിക്കോസ് എനിക്ക് വീട്ടിലെത്തി പണിയുണ്ട്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ഡാൻസിന് പോകാൻ. സോ യാ പറഞ്ഞ മാതിരി എനിക്ക് വീട്ടിൽ പോയിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഡാൻസ് റിഹേഴ്സലിന് പോകാൻ. സോ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. 4 മണി ആവാറായി. രാത്രി ലേറ്റായിട്ടോ ഫൈനലി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ സുനിൽ എത്തിയിട്ടുണ്ട്. ചെറുതിന് ആ മൈക്രോവേവ് വാങ്ങിയിരുന്നു ഒന്ന്. അപ്പോൾ ഇപ്പോൾ അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് അതിനകത്ത് പിസ്സ ഉണ്ടാക്കി നമുക്ക് തരലാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പണി. കണ്ടിരിക്കാൻ നല്ല രസമായിട്ടോ ഇങ്ങനത്തെ കളി. മോർ ദാൻ സ്ക്രീൻ ടൈം ഇങ്ങനത്തെ ഓരോ ഗെയിംസ് കളിക്കാനല്ലേ രസം. ഇന്നത്തെ ഒരു ജനറേഷൻ ആണെങ്കിൽ വല്ലാണ്ട് സ്ക്രീൻ ടൈം യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. സോ ഐ റിയലി വോണ്ട് ടു എൻകറേജ് ഹർ ടു പ്ലേ ഇങ്ങനത്തെ ഒരു. Ready, have you pizza? Yeah. Show the pizza. Well, okay. Pizza. Okay. Let's. Waiting. അതായിരുന്നു അവളുടെ ഫേക്ക് ഇത്. പക്ഷെ ഞാനിത് അവിടെ ഒറിജിനലായിട്ടുള്ള എയർ ഫ്രയറിൽ അവിടെ കുറച്ച് ചിക്കൻ നഗറ്റ്സ് ഉണ്ടാക്കുകയാണ്. ഒപ്പം കുറച്ച് ചായയും പഴംപൊരി കഴിക്കാൻ തോന്നി. അപ്പോൾ അത് ഞാൻ ഫ്രോസൺ പഴംപൊരി ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റോഴ്സിന് വാങ്ങണേ കേട്ടോ. ഇത്രയും കാലം ഞാനിത് മൈക്രോവേവ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരുന്നത്. ബിക്കോസ് അങ്ങനെയാണ് അതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞത്. ഇപ്രാവശ്യം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അതിന് എയർ ഫ്രയറിലിട്ടിട്ട് ഒരു 185 ഡിഗ്രീസിൽ ഒരു 15 മിനിറ്റ്സ് ഇട്ടിട്ട് അങ്ങോട്ട് ആക്കിയപ്പോൾ കിട്ടില്ല പഴംപൊരി കേട്ടോ. കറക്റ്റ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം. അതിൽ പഴംപൊരി കിട്ടി. നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എയർ ഫ്രൈഡിൽ ഇറ്റ് വർക്ക്സ് മച്ച് ബെറ്റർ ദാൻ ദ മൈക്രോവേവ്. 2-3 പ്രാവശ്യമായി ഇപ്പോൾ ഞാനത് കഴിക്കണു. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് എയർ ഫ്രയറിൽ കയറ്റിയിട്ടുണ്ട്. ആ നേരം കൊണ്ട് കുറച്ച് ചായയും കുടിച്ച് ഇത്രയും രാവിലെ പുറത്ത് വെയിലും കൊണ്ട് നടന്നതല്ലേ, കുറച്ച് സെൽഫ് കെയർ ആവാം. സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവണു വിൻ്റർ ആയതുകൊണ്ട്. അപ്പോൾ കുറച്ച് മുൾത്താനി മിട്ടിയും കുറച്ച് തേനൊക്കെ ഇട്ടിട്ട് ഞാൻ പുരട്ടിട്ട് കേട്ടോ, ജസ്റ്റ് ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോഴല്ലേ പറ്റൂ. പഴംപൊരി ആവാൻ ടൈം എടുക്കും. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ പേടിയുണ്ടാവും. പഴംപൊരി ആവാൻ ടൈം എടുക്കും. അപ്പോൾ അതവിടെ ഹെയർ ഫ്രയറിലാവണം. നേരം കൊണ്ട് വേഗം പോയിട്ടൊന്ന് കുളിച്ചിട്ടുകൊണ്ട് വരട്ടെ. എന്നിട്ട് എനിക്ക് ഡാൻസിന് ഇറങ്ങാണ്ടേ. അപ്പോൾ സമയം കണ്ടോ 5:30 കഴിഞ്ഞു. എനിക്കൊരു 6:30 ഇവിടെ നിന്ന് ഇറങ്ങണം. ഹാഫ് ആൻ അവർ ഡ്രൈവ് ഉണ്ട് എനിക്ക്. ഓക്കെ, തൽക്കാലം ഞാൻ പോയി കുളിക്കട്ടെ. ഒരു ലോങ് വീക്കെൻഡ് ആയിരുന്നല്ലോ അത്. കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഐ വാസ് ആക്ച്വലി ക്വൈറ്റ് ടയേർഡ്. ബട്ട് നമുക്കൊരിക്കലും നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓടുക. അതാണ് എൻ്റെ പോളിസി. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ മാതിരി ഇപ്പോഴേ പറ്റൂ. കുറച്ചും കൂടെ വിൻ്ററായാൽ നമുക്ക് മുഖത്ത് എന്തെങ്കിലും ഫേസ് പാക്ക് ഇടുക ഇതൊന്നും നടക്കില്ല. സ്കിൻ ഡാമേജ് ഉണ്ടാവാൻ നല്ല പ്രോണാണ് വിൻ്ററിൽ. അപ്പോൾ എക്സ്ട്രാ കെയർ എടുക്കണം എനിക്ക് ഓൾ ദ ടൈം. നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഡ്രൈ സ്കിൻ ആവും. യൂഷ്വലി എനിക്ക് ഓയിലി സ്കിന്നായിരുന്നു. പക്ഷേ എനിക്കിവിടെ ഓസ്ട്രേലിയ വന്നേ പിന്നെ എൻ്റെ സ്കിൻ ടൈപ്പ് തന്നെ മാറി കേട്ടോ. ഫുൾ ഡ്രൈ സ്കിന്നായി മാറിയുണ്ട്.
അപ്പോൾ ഞാൻ എന്താ കുറച്ച് സെറമൊക്കെ തേക്കുകയാണ്. കുറച്ച് നയസിനമൈഡും തേക്കുന്നുണ്ട്, സെറം ഒക്കെ കൂടി ഒരു ഫ്രഷായി ഇരിക്കാൻ മുഖം. നമ്മളിപ്പോൾ ഇപ്പോൾ ഡാൻസിനും കൂടെ പോവാണ്. സോ അഗെയിൻ വി എക്സേർട്ടിങ് എനർജി. അപ്പോൾ കുറച്ചൊന്ന് മോയ്സ്ചറൈസറും ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആക്കിയിട്ട് പോവാം. ബിക്കോസ് രാത്രി ലേറ്റായിട്ടാണ് വരിക. പിന്നെ എനിക്ക് കൂടുതലൊന്നും ചെയ്യാനൊന്നും ടൈമൊന്നും ഉണ്ടാവില്ല. ബ്രഷ് ചെയ്ത് കിടക്കുക ഉണ്ടാവുള്ളൂ. ബിക്കോസ് നെക്സ്റ്റ് ഡേ ഓഫീസൊക്കെ ഉള്ളതാണ്. ഐ ഹാവ് ടു ബി അവെയർ ഓഫ് ദാറ്റ്. സോ ജസ്റ്റ് പ്ലാനിങ് മൈ ഡേ അക്കോർഡിംഗ്ലി. ഐ ഡോണ്ട് നോ എല്ലാവരും ഇങ്ങനെ തന്നെയാണോ പ്ലാൻ ചെയ്യുക. എനിക്ക് തോന്നാറുണ്ട് ദാറ്റ് ദർ ഇസ് സോ മച്ച് മോർ പ്ലാനിങ് ടു ഡു ഹിയർ. നമുക്കൊരിക്കലും ഇന്നെന്താ ചെയ്യുക, ഇന്ന് ഉച്ചയ്ക്ക് എന്താ ചെയ്യുക, അതിൽ നിൽക്കില്ല കാര്യം. ദർ ഇസ് ഓൾവേസ് സോ മച്ച് ഓഫ് ഫ്യൂച്ചർ പ്ലാനിങ് ടു ഡു. ഏതായാലും സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞു. ഇതാ താഴെ വന്നപ്പോഴത്തേക്ക് നല്ല കിഡിലൻ പഴംപൊരി റെഡി ഉണ്ട് കേട്ടോ. എയർ ഫ്രയറിൽ നല്ല ക്രിസ്പി ഓൺ ദി ഔട്ട് സൈഡ് ആൻഡ് റിയലി സോഫ്റ്റ് ഇൻസൈഡ് കേട്ടോ. ഇത് മുഴുവനും ഞാൻ അടിച്ച് കയറ്റി. ബിക്കോസ് എനിക്ക് ഡാൻസ് ചെയ്യണമല്ലോ, ശക്തിക്ക് വേണ്ടി കഴിച്ചതാണ്. വിശപ്പൊക്കെ ഒന്ന് മാറി, കുളിച്ച് ഫ്രഷായി, സ്കിൻ കെയർ ഒക്കെ ചെയ്ത് ഇനിയിപ്പോൾ തിരിച്ച് ഞാൻ രാത്രി ലേറ്റായിട്ടാണ് തിരിച്ച് വരുള്ളൂ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട്. ആൻഡ് നേരെ ബ്രഷ് ചെയ്ത് ഒറ്റ കിടത്താം. നാളെ ഓഫീസ് ഉണ്ടല്ലോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ ഡാൻസിന് പോകുന്ന വിശേഷങ്ങളൊന്നും ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നില്ല ഇനിയും. ബിക്കോസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തന്നെയാണ് കാണിച്ചു തന്നെ. ബട്ട് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം. ഒരു കുഞ്ഞു വീഡിയോ. സോ പ്ലീസ് കീപ്പ് വാച്ചിങ്. ഇനിയിപ്പോൾ ഡാൻസിന് പോയി തളർന്ന് വരുള്ളൂ ഇന്നത്തെ ഒരു ദിവസം. വേറെ പരിപാടികളൊന്നുമില്ല. സോ ഈ കുട്ടി ഒരു വീക്കെൻഡ് വി ഹാഡ് ലോട്ട്സ് ഓഫ് ആക്ടിവിറ്റീസ്. ബർത്ത്ഡേസ് തൊട്ട് ഷോപ്പിംഗ് തൊട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്ത മാതിരി. കുക്കിംഗ് ചെയ്തു, ഡാൻസ് റിഹേഴ്സൽ ഉണ്ട്, പിള്ളേരെയും കൊണ്ട് പുറത്തിറങ്ങല്, ഫുഡ് കഴിക്കാൻ പോവല്, അങ്ങനെ കുറേ പരിപാടികൾ നടന്നൊരു വീക്കെൻഡായിരുന്നു. ചെറിയൊരു എന്താ പറയുക ഗ്ലിംസ് തന്നു എന്നുള്ളൂ ഓഫ് ആ വീക്കെൻഡ്. ഞാനിപ്പോൾ ഡാൻസിന് ഇറങ്ങാൻ പോയി. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകണമെന്ന് എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സ്റ്റാമിന കുറച്ചും കൂടെ ബിൽഡപ്പ് ചെയ്യാനുണ്ട്. കുറേ നാളിന് ശേഷമല്ലേ ഡാൻസൊക്കെ ചെയ്യണേ. ഐ തിങ്ക് അറ്റ്ലീസ്റ്റ് 5 years ഞാൻ സ്റ്റേജിൽ കയറിയിട്ട്. അതിന് മുന്നേ എപ്പോഴും ചെയ്തിരുന്ന ആളായിരുന്നു കേട്ടോ, പാട്ട് ഡാൻസിൻ്റെ പരിപാടികളൊക്കെ. സോ ഐ റിയലി എൻജോയ് ഗോയിങ് ബാക്ക് ഓൺ സ്റ്റേജ്. ആൻഡ് എനിക്കിങ്ങനെ കുറച്ച് പെർഫെക്ഷൻ ചെയ്യണം എന്നുണ്ട് എല്ലാ കാര്യത്തിലും. സോ ഐ ആം വർക്കിംഗ് ഓൺ മൈ സ്റ്റാമിന സോ ദാറ്റ് ദ ഡാൻസ് വിൽ ഓൾസോ ബി വെൽ പ്രസൻറ്റഡ് ഓൺ സ്റ്റേജ്. നമ്മൾ കാരണം ഒരു പരിപാടി മോശമാവരുതല്ലോ. ആൻഡ് എനിക്ക് പെർഫെക്ഷൻ ആവൽ കുറച്ച് കൂടുതൽ. എന്നോട് അമ്മയൊക്കെ ഇങ്ങനെ പറയും, അത്രയ്ക്ക് ആവരുത്, കുറച്ച് കുറയ്ക്ക്, എൻ്റെ ഉള്ള ആരോഗ്യം പോവും, വല്ലാണ്ട് പെർഫെക്ഷൻ നോക്കിയിട്ട് കേട്ടോ. ബട്ട് അതെൻ്റെ ഒരു ഹാബിറ്റാണ്. വർക്കിലും ഞാൻ അങ്ങനെ തന്നെയാണ്. ഐ ലൈക്ക് ടു ഗെറ്റ് തിങ്സ് ഡൺ നൈസ്. ഐ ഡോണ്ട് ലൈക്ക് സമ്മൺ സെയിങ് അയ്യോ ഷൂ ഡിഡ് നോട്ട് ഡു എ ഗുഡ് ജോബ്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തോ ഒരു മനസ്സിന് വിഷമാണ്. സോ ഐ ട്രൈ അങ്ങനത്തെ ഒരു അവസരം വരാതിരിക്കാൻ. അതാണ് എല്ലാതും ഞാൻ ഓടിപ്പാഞ്ഞിട്ടാണെങ്കിലും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ ചെയ്യും. കരച്ച് പട്ടിയായാലും ഞാൻ ഡാൻസ് ചെയ്യും. അങ്ങനെയാണ് കേട്ടോ. ഓൾറൈറ്റ് ഗൈസ്, ഈ ഒരു ഫൺ വീക്കെൻഡ് നിങ്ങളും കൂടെ എൻജോയ് ചെയ്തു വിചാരിക്കണോ നമ്മുടെ കൂടെ. പ്ലീസ് കീപ്പ് വാച്ചിങ്. വീഡിയോ കണ്ട എല്ലാവരും പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു ഫോർ ഓൾ ദ ലവ് ദാറ്റ് യു ആർ സെൻഡിങ് മൈ വേ. നല്ല കുറേ ഫീഡ്ബാക്കൊക്കെ എനിക്ക് എൻ്റെ ഇടയിൽ കിട്ടുന്നുണ്ടായിരുന്നു. നമ്മുടെ റീൽസിൻ്റെ കാര്യങ്ങളും ഒക്കെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കേട്ടോ. കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ, സാനുവിൻ്റെ ആക്ടിങ് സ്കിൽസിനൊക്കെ എല്ലാവർക്കും ഭയങ്കര അപ്രീഷിയേറ്റ് ചെയ്തിട്ട്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ all of that. Please keep watching Uru Sydney Malayali channel, and until we see you in the next video, this is bye from Shruti and bye from Uru Sydney Malayali. Bye guys.